ഡിയേഴ്സ്, ഇലക്ട്രോ സൊല്യൂഷൻസ് ട്രേഡിംഗ് LLPയിൽ നിന്നും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്റ്റുഡിയോ മാസ്റ്റർ എന്ന കമ്പനിയുടെ ക്ലിയോ 64 എന്ന 6 ഇഞ്ച് 300 വാട്ട് ആക്റ്റീവ് ലൗഡ് സ്പീക്കറിനെ പറ്റിയാണ്. പ്ലീസ് കം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിയോ 64 സ്റ്റുഡിയോ മാസ്റ്ററിന്റെ 6 ഇഞ്ച് ആക്റ്റീവ് 300 വാട്ട് സ്പീക്കറാണ്. നമ്മൾ വളരെ കോമ്പാക്ട് സൈസാണ്, ബട്ട് പവർഫുൾ ആണ്. ക്ലിയോ 64 ക്ലാസ് D ആംപ്ലിഫയർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബൈ ആംപ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയുള്ള ഊഫറിന് ഒരു ആമ്പും മേലെയുള്ള ട്യൂട്ടറിന് വേറൊരു ആമ്പും ആയിരിക്കും. 116 dB SPL ലൗഡ് ഉണ്ട്. നമ്മൾ പുറകുവശത്തേക്ക് പോവുകയാണെങ്കിൽ 2 ഇൻപുട്ടുകൾ, അതുപോലെ തന്നെ ഓക്സിലറി ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഒരു ലൈൻ ഔട്ട് നമുക്ക് സിഗ്നൽ എടുക്കാനുള്ള ഇത്രയും ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളുമാണ് ഇതിനുള്ളത്. അതോടൊപ്പം നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് 5 വിധത്തിലുള്ള, അതോടൊപ്പം ബ്ലൂടൂത്ത് ഉണ്ട്. ഈ ഒരു ഇൻപുട്ടിനെ നമുക്ക് മൈക്രോഫോൺ ഇൻപുട്ടോ അല്ലെങ്കിൽ ലൈൻ ഇൻപുട്ടോ ആക്കാം. ലൈൻ 2 ഈ ഒരു ഇൻപുട്ടാണ്. ഒരു മൈക്രോഫോൺ നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്കൊരു സിഗ്നൽ ലൈൻ ഔട്ട് ഇവിടുന്ന് എടുത്ത് അടുത്ത ഒരു ആംപ്ലിഫയറിലേക്കോ ഇതുപോലെ തന്നെയുള്ള ഒരു ക്ലിയോ 64ലേക്കോ നമുക്ക് കണക്ട്. അപ്പോൾ നമ്മുടെ ക്ലിയോ 64 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഒരു മൈക്രോഫോണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒരു ലൈൻ ഇൻപുട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈൻ ഔട്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ഔട്ടാണ് നമ്മളിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 DSP പ്രീസെറ്റുകളാണുള്ളത്. ഫസ്റ്റ് ഫ്ലാറ്റ്, സ്പീച്ച്, മ്യൂസിക്, ലൈവ്, ക്ലബ്ബ്, അങ്ങനെ 5 പ്രീസെറ്റുകൾ. നമ്മളെ സാധാരണ മൈക്കിലുള്ള ഓഡിയോയിൽ അതിൻ്റെ വ്യത്യാസം നോർമൽ സ്പീക്കറിൽ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ശരിയായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്ലിയോ 64 നമുക്ക് പല ഉപയോഗങ്ങളാണ്. ചെറിയ രീതിയിലുള്ള ഒരു പാട്ട് നമുക്ക് 2 സ്പീക്കർ വെച്ചുകൊണ്ട് നമുക്കൊരു മിക്സർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു മ്യൂസിക് പ്രോഗ്രാം ചെറിയ രീതിയിൽ നടത്താം. അതോടൊപ്പം തന്നെ ഒരു ഓഡിറ്റോറിയം സെറ്റപ്പിന് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ പള്ളികളിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് സിസ്റ്റം ചെയ്യാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ചെറിയ കുട്ടികൾ, പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റമാണ്.